ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്. ഇന്നൊരു വൈകുന്നേരം തൊട്ട് നാളെ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോണത്. അപ്പൂസ് പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് അനിയത്തിയുടെ വീട്ടിലോട്ടാണ് പോണത്. അനിയത്തിയുടെ വീട്ടിൽ നിന്ന് വൈകിട്ട് സ്റ്റേ ചെയ്തിട്ട് ഇക്കാക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, രാവിലെ കൊല്ലത്ത് ബിസിനസ് കാര്യങ്ങൾ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് രണ്ട് ഹോസ്പിറ്റൽ കേസുണ്ട്, പിന്നെ ഒന്ന് രണ്ട് റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ദിവസം കൊണ്ട് പറ്റുമെന്ന് അറിഞ്ഞില്ല, എന്നാലും മാക്സിമം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. മഴയും വെയിലും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പെട്രോൾ അടിക്കണമായിരുന്നു, കാറിൻ്റെ എയർ ചെക്ക് ചെയ്യണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. പമ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി നല്ല കുണ്ടും കുഴിയൊക്കെ ആയതുകൊണ്ട് വണ്ടി പെട്ടെന്നൊരു സൗണ്ട് കേട്ട് ഞങ്ങൾ വിചാരിച്ച് പോയി പഞ്ചറായി, യാത്ര ക്യാൻസൽ ചെയ്യണമെന്ന് വിചാരിച്ച്. എന്തായാലും ഒന്നും പറ്റിയില്ല. വണ്ടിയുടെ അടിഭാഗം താഴെ എന്തോ തട്ടിയതാണ് കേട്ടോ. നല്ലൊരു സൗണ്ടായിരുന്നു, മെറ്റൽ നമ്മൾ തട്ടുമ്പോൾ ഉള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, അത് കേട്ടോണ്ടൊക്കെ ഇറങ്ങി നോക്കിയതാണ്. ഈ നിൽക്കുന്ന കപ്പിൾസിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അത് കഴിഞ്ഞ് നമ്മൾ പോണ വഴി നമ്മുടെ കാവനാടൊക്കെ എത്തിയപ്പോഴത്തേക്കും മക്കൾക്ക് എപ്പോഴേ വിശക്കുന്നുണ്ട്, സ്നാക്ക് മഴയല്ലേ, ഇതിൽ കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ കാവനാട് സുപ്രീമിൽ കയറി ജിലേബിയും മധുരസേവയും മേടിച്ച്. മധുരസേവ ഇക്കയുടെ ഇഷ്ടത്തിന്, ഇക്കയുടെ നിർബന്ധത്തിനാണ് മേടിച്ചത് കേട്ടോ. ഇക്കായ്ക്ക് സുപ്രീമിലെ മധുരസേവ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ സ്നാക്സ് മേടിക്കാൻ ഇറങ്ങിയാലും നമ്മൾ സുപ്രീമിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ ഇക്കാക്ക് മധുരസേവയാട്ടോ. അതിന് പിള്ളേർ കളിയാക്കുമായിരുന്നു, വാപ്പിക്ക് എപ്പോഴും ഒരു മധുരസേവയെന്നൊക്കെ പറഞ്ഞ് മക്കൾ കളിയാക്കുമായിരുന്നു. പിന്നെ വണ്ടി ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സാധനം മേടിച്ചുകൊണ്ട് പെട്ടെന്ന് വന്ന് ധൃതിക്ക് വന്നപ്പോഴത്തേക്കും ബാലൻസ് മേടിക്കാതാണ് വന്നത്. പിന്നെ അവിടെ കണ്ട ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞ് ഇതുപോലെ ബാലൻസ് മേടിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാനും ഓർക്കുന്നത്. പിന്നെ ഞാൻ ഇറങ്ങിപ്പോയി ബാലൻസൊക്കെ മേടിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പാതി പൈസ പുള്ളിക്കാരന് കൊടുക്കണം, ഞാനല്ലേ വന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. സേവ കഴിക്കുന്നതിൻ്റെ ഒരു ആത്മാർത്ഥത കണ്ടില്ലേ, വണ്ടി ഓടിച്ചാൽ എന്താ, സാധനം കഴിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ നെഹ്റു പാർക്ക്, കൊല്ലത്ത് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നെഹ്റു പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ നെഹ്റു പാർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പലപ്പോഴും കൊല്ലത്ത് വന്നെങ്കിലും നല്ല രസമായിരുന്നു അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അവിടെ ചെറിയൊരു പാർക്ക്, കൊച്ചു കുട്ടികളുടെ ചെറിയ സ്ലൈഡിങ്ങും ഊഞ്ഞാലും ഒക്കെ ആയിട്ടൊരു പാർക്കുണ്ട്. പക്ഷെ അവിടെ കയറാൻ പറ്റിയില്ല, മഴ ആയതുകൊണ്ടായിരിക്കും അത് ക്ലോസ് ചെയ്തിരുന്നതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം അവനിക്ക് അവിടെ സ്കേറ്റിംഗ് സ്പേസും ഫുട്ബോൾ സ്പേസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് ഓടി വന്നത്. പക്ഷെ ഫുട്ബോൾ സ്പേസ് കണ്ടില്ല. പിന്നെ ഷട്ടിൽ കോർട്ടുകളുണ്ടായിരുന്നു, ഒരു 3-4 കോർട്ട് ഉണ്ടായിരുന്നു. നനഞ്ഞു കിടന്ന ഭാഗത്ത് നിന്ന് അവർ വെള്ളം വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു, മഴ അന്നേരം തോന്നുന്നതുകൊണ്ട്. പിന്നെ ഫുട്ബോൾ സ്പേസ് ഞാൻ കണ്ടില്ല, പക്ഷേ സ്കേറ്റ് ചെയ്യാൻ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ ഇറങ്ങും എന്നുള്ളൊരു ലക്ഷ്യത്തിലല്ല എങ്കിൽ മോന് സ്കേറ്റിംഗ് ഷൂ ഒക്കെ ആയിട്ട് വന്നേനെ, അല്ലെങ്കിൽ സ്കേറ്റിംഗ് ബോർഡെങ്കിലും എടുത്തുകൊണ്ട് വന്നേനായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് നമുക്കൊരു വിസിറ്റ് അവിടെ അതുവഴി വന്നപ്പോഴത്തേക്കും അന്ന് കയറാമെന്ന് വിചാരിച്ച് കയറിയതാണ്. നല്ല തിരക്കുണ്ട്, മഴയായിരുന്നിട്ട് പോലും. മഴ അങ്ങോട്ട് തോന്നുന്നതേ ഉള്ളൂ, ഞങ്ങൾ വരുന്ന വഴി നല്ല മഴയായിരുന്നു. മഴ തോന്നുന്നതേ ഉള്ളെങ്കിലും നല്ല തിരക്കുണ്ട്. ചെറിയൊരു ജിമ്മ് പോലത്തെ ഒരു സെറ്റപ്പും ഉണ്ട്. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നടത്തയും ബോഡി എക്സസൈസും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സ്പേസ്. എന്നാൽ നല്ലപോലെ റിലാക്സ് ചെയ്തിരിക്കാനും പറ്റി, കുറച്ച് പേരെ കണ്ടൊക്കെ ഇരിക്കാം. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ ചെസ്സ് കളിക്കാൻ 2 ചെസ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ ചെസ് ബോർഡല്ല കേട്ടോ, വലിയ ചെസ് ബോർഡ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനൊരു സെറ്റപ്പ്. പിന്നെ മോൻ ഇതിൽ നിന്ന് തന്നെ കളിക്കുമായിരുന്നു, ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഭയങ്കര പാടായിരുന്നു അതിൽ നിന്ന് ഇറങ്ങാൻ. മറ്റവർ ചെസ്സ് കളിക്കാനൊക്കെ പോയപ്പോഴും മോനിക്കിനകത്ത് കളിക്കണമെന്ന് പറഞ്ഞ് ഞാനും മോനും കൂടെ അതിനകത്ത് വന്ന് കളിച്ച് ചെയ്ത്. പിന്നെ ഞാൻ കയറി ട്വിസ്റ്റ് ചെയ്യുന്ന കണ്ടുകൊണ്ട് ഇതിനകത്ത് വന്ന് കുറച്ച് നേരം നിന്ന്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സുഹൃത്ത് കമൻ്റായിട്ട് ചോദിച്ചായിരുന്നു 2 മാസം കൂടുമ്പോഴാണോ വീഡിയോസ് ഇടുന്നതെന്നൊക്കെ. 2 മാസം കൂടുമ്പോഴല്ല, 1 മന്തിലൊക്കെ ഒരെണ്ണം ഇടുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഹസ്ബൻഡിൻ്റെ ഫോണിൽ, ഞാൻ 1-2 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡിൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കാറ്. അപ്പം നമുക്ക് അന്നേരം ഹസ്ബൻഡ് തിരക്കായിരിക്കും, പുള്ളിക്കാരൻ എപ്പോഴും കാണത്തില്ല. അപ്പം പുള്ളിക്കാരനുള്ള സമയത്തല്ലേ വീഡിയോസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ പുള്ളിക്കാരൻ്റെ ഫോൺ അവൈലബിൾ ആയിരിക്കത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ എത്രയും പെട്ടെന്നൊരു ഫോൺ എടുത്ത് ലോങ് വീഡിയോസ് അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ്സൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അതാണ്ടില്ലേ കൈയുടെ എക്സസൈസ് ആണെന്ന് തോന്നുന്നു. ഹൈറ്റ് കുറച്ചുകൂടെ ഉള്ള സാധനം ആയതുകൊണ്ട് കൈക്ക് കറക്കാൻ പറ്റുന്നില്ല. അതല്ലെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു മറ്റേ പുള്ളിക്കാരന്. പിന്നെ ഇത് മോൻ്റെ അടുത്ത് തന്നെ ഒരു തമിഴ് ഫാമിലിയാണെന്ന് തോന്നുന്നു. അവർ
കുറേ നേരമായിട്ട് മോൻ്റെ അടുത്ത് തമിഴിൽ ഏതാണ്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവനൊന്നും മനസ്സിലായില്ല. മോളടുത്ത് എന്തൊക്കെയോ ചോദിച്ചു, അവൾക്കൊന്നും മനസ്സിലായില്ല. വീട് എവിടെയാണെന്നൊക്കെയാണ് ചോദിച്ചത്. പിന്നെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ലോങ് വീഡിയോസിന് താമസം ഉണ്ടെങ്കിലും ഷോർട്സ് ഞാൻ എന്നും അപ്ലോഡ് ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും തിരക്കുകളുണ്ടെങ്കിലേ ഉള്ളൂ. എന്നാലും ഞാൻ കണ്ടിന്യൂസ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ഷോർട്സൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോസും കൂടെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതൽ ഇഷ്ടം? കിച്ചൺ, അപ്പം നിങ്ങൾക്ക് കൂടുതലും കുക്കിംഗ് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ, ഡെയിലി വ്ളോഗ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇഷ്ടം? അതല്ലെങ്കിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസാണോ ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മുടെ കൊല്ലത്ത് ഇവിടെ വന്നിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞ് ചെസ്സ് കളിക്കുന്ന ഭാഗത്തോട്ട് പോയി. ചെസ്സ് കളിക്കുന്നിടത്ത് കുറേ ബുജ്ജികൾ ഇരിപ്പുണ്ടായിരുന്നു. താടിയും മുടിയൊക്കെ വളർത്തി, കണ്ടിട്ട് ബുജ്ജി ലുക്കൊക്കെ ഉണ്ട്. അവർ കുറേ നേരം ആയിട്ട് കളിക്കും. നമ്മൾ വന്നപ്പം മുതലേ ഇവർ കളിക്കുന്നുണ്ട്. ഒരുപാട് പേര് സ്ഥിരം വരുന്നവരാന്ന്. അടുത്തിരിക്കുന്നൊരു ചേട്ടൻ, ഞങ്ങളിവിടെ കളി കാണാതിരുന്നപ്പോൾ അടുത്തിരിക്കുന്നൊരു ചേട്ടൻ പറഞ്ഞു, ഇവർ സ്ഥിരമായിട്ട് വരുന്നവരാണ്, വൈകുന്നേരം അവർ കളിക്കാറുണ്ട് ഇവിടെ വന്നിരുന്നതെന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. തൊട്ടടുത്ത് വേറൊരു ചെസ് ബോർഡ് ഉണ്ടായിരുന്നു. അവർ അവിടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണ്. അവിടെ അപ്പൂസിന് ഒരു റെസ്റ്റും ഇല്ല. ബാക്കിയുള്ളവർ കറക്റ്റായിട്ട്, മറ്റൊരു രണ്ടുപേരും കറക്റ്റായിട്ട് വെക്കുന്നത് അപ്പൂസ് എടുത്ത് മാറ്റിയും തിരിച്ചൊക്കെ വെക്കും. തേരിരിക്കേണ്ടടുത്ത് കാലാളിനെ വെക്കും, കാലാളിരിക്കേണ്ടടുത്ത് കുതിരയെ വെക്കും. അങ്ങനെ ഫുൾ വർക്കായിരുന്നു അവനിക്ക്. അതിന് പിന്നെ അവനെ അവിടുന്ന് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവനെ മാറ്റി പഴയതുപോലെ ആ ജിമ്മിൻ്റെ ആ സെറ്റപ്പ് ഉള്ളിടത്തോട്ട് പോയി. അവിടെ കുറച്ച് നേരം കളിപ്പിച്ച് കുറച്ചായപ്പോഴത്തേക്ക് അവന് ബോറടിക്കുന്നെന്ന് വന്ന് എൻ്റെ അടുത്ത് പരാതി പറഞ്ഞ്. അവനിനി എന്ത് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടെങ്കിലും കുറച്ച് നേരം കഴിയുമ്പം ബോറടിക്കും. ഇപ്പോൾ ഫോൺ കണ്ടുകൊണ്ടിരുന്നാലും 10 മിനിറ്റ് കണ്ടിട്ട് പറയും ബോറടിക്കുന്നെന്ന്. കമ്പ്യൂട്ടർ കണ്ടാലും 10 മിനിറ്റ് കഴിഞ്ഞ് പറയും ബോറടിക്കുന്നത്. കളിച്ചുകൊണ്ടിരുന്നാലും പറയും 10 മിനിറ്റ് കഴിയുമ്പോൾ പറയും ബോറടിക്കുന്നെന്ന്. അങ്ങനെ അവൻ്റെ ഒരു ക്യാരക്ടർ. അവരുടെ കളിയൊക്കെ കണ്ടാൽ വിചാരിക്കും എന്തോ ഭയങ്കര സംഭവമാണെന്ന്. അത്യാവശ്യം ചെറിയ കളിയൊക്കെ കളിക്കുമെന്നേ ഉള്ളൂ കേട്ടോ. അവിടെ അപ്പുറത്ത് ഭയങ്കര പ്ലെയേഴ്സാണ് കളിക്കുന്നത്, സ്ഥിരമായിട്ട് കളിക്കുന്നവർ. ഇവർ പിന്നെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മുടെ അത് കട്ട് ചെയ്ത് കളയാമെന്നാണ് ഹനായ ഹംദാനും നോക്കുന്നത്. കൂടുതൽ ഹന ആണ്. ഹംദാൻ പറയുമെങ്കിലും ഹനായ കൂടുതലും അങ്ങനെ നോക്കുന്നത്. ട്രെയിനൊക്കെ കണ്ടുകൊണ്ട് ഒരാൾ വന്ന് പിണങ്ങിയിരിക്കുമോ ബോറടിക്കുന്നെന്നും പറഞ്ഞ്. എങ്ങനെ കയറിയെന്നറിയാൻ വയ്യ. അവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയോ വലിഞ്ഞതിൻ്റെ മുകളിൽ കയറിയിരിക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാ. ഒരു ബോഡി ബിൽഡറെ കണ്ടോ, ഇതാണ് പണി ഇപ്പം കുറച്ച് നാളായിട്ട്. ചുമ്മാ ഏതെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതാണ്ട ബോഡി ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോഴേക്കും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ആൾക്ക് ഭയങ്കര ക്രേസ് ഇപ്പോൾ അതിനകത്താണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം കൂടെ നിന്ന് കളിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതായത് എൻ്റെ കസിൻ സിസ്റ്റർ വീട്ടിൽ, അതായത് ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോയി. അവരുടെ വീടിൻ്റെ റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതുവരെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആളില്ല. അങ്ങനെ ആളില്ലാത്ത വീട്ടിൽ അതിക്രമിച്ച് കയറി. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് 3 പേരും കൂടെ അകത്തോട്ട് ആക്രമിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ആളില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുമ്മയുടെ വീടാണ്. അപ്പോൾ പുള്ളിക്കാർ ലോക്കൊക്കെ പറഞ്ഞു തന്നു. അതുകൊണ്ട് ഞാൻ അകത്ത് കയറി ജസ്റ്റ് വീട്. ഇനിയിപ്പം അവർ നാളെ ഇവിടെ കാണത്തില്ല. ഇളയാൾ രാജഗിരി കോളേജിൽ മൺഡേ അഡ്മിഷൻ എടുക്കാൻ പോകാൻ, എൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ ഇവിടെ കാണത്തില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നാളെ പകൽ ഞാൻ വരാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു കുഴപ്പമില്ലടി നീ കയറി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് കയറി അകത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അവിടെ അവർ പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഷൂ ഇതൊക്കെ എടുത്തു വെച്ചേക്കെയാണ്. പുതിയ ഷൂവും കാര്യങ്ങളൊക്കെ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ യാത്ര പറയാൻ എവിടെയോ പോയ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ ഷൂ ഇതൊക്കെ നമ്മുടെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം മൊത്തവും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം പിള്ളേർ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്ന്. അപ്പം നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഹോം ടൂറായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നല്ല സൂപ്പർ ലക്ഷറി പ്രീമിയം ലുക്ക് വീടാണ് ചെയ്തേക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പ്രീമിയം ലുക്കിലാണ് കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് അനിയത്തിയുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്ന് പിറ്റേന്ന് രാവിലെ എണീറ്റുള്ള കാര്യങ്ങളാണ്. ഞാൻ കുറച്ച് ലേറ്റായി എണീറ്റുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പം അനിയത്തിക്ക് 2 പേരാണ്. മോള് സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിൽക്കുവാണ്. നവദ്വീപ്, നമ്മുടെ കൊല്ലത്ത് നവദ്വീപിലാണ് മോള് പഠിക്കുന്നത്. അപ്പം ആ കാണുന്നത് മോള് പോണതിന് മുമ്പ് അവരുടെ വാപ്പി ഗൾഫിലാണ്. വാപ്പിക്ക് സലാം പറയുന്നത് കേട്ടോ. 2 പേരും പോണതിന് മുമ്പ് വാപ്പിക്ക് സലാമൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. എനിക്കൊരു അത്ഭുതം തോന്നി. ഇക്ക അന്നേ ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ 2 പേരും സലാം പറഞ്ഞിട്ടേ പോകാറുള്ളൂ. ഫോണിലൂടെ ആണെങ്കിലും തിരിച്ച് അനിയൻ സമയം കിട്ടുമ്പോൾ തിരിച്ചതിന് മറുപടിയും അയക്കും. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഇളയാൾ പറയുന്നത് സലാം പറയാൻ നമുക്ക് മനസ്സിലാകത്തില്ല.
എന്തോ ഒന്ന് പറയും, സലാമാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. പറഞ്ഞിട്ടാണ് അയാളും പോണത്. മോൻ അടുത്ത് തന്നെ ഒരു സ്കൂളിൽ, പ്ലേ സ്കൂളിൽ പോവാണ്. 3 വയസ്സ് കഴിഞ്ഞ് ആളിന്. മോള് നന്നായിട്ട് വരയ്ക്കും മോള്. അവളുടെ ഉമ്മയും വാപ്പിയൊക്കെ വരയ്ക്കും. നമ്മുടെ റൊണാൾഡോ, മെസ്സി അവരെയൊക്കെ വരച്ച് ഫോട്ടോസ് ഉണ്ട്. ഞാൻ പറ്റുമെങ്കിൽ എൻ്റെ കൈ കിടപ്പുണ്ടെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ദാണ്ടെ ഇളയാൾ ഒരുങ്ങി. യൂണിഫോമാണ്, പക്ഷേ അവൻ്റെ യൂണിഫോം തയ്ച്ച് കിട്ടാത്തതുകൊണ്ട് അവൻ അന്ന് കളർ ഡ്രസ്സായിരുന്നു. അപ്പോൾ മക്കളുടെ പേര് ആബിഷെന്നും ആയിഷെന്നും ആണേ. അപ്പൂസിന് ഭയങ്കര ഇഷ്ടം ആയിഷിനെയാണ് കേട്ടോ. കാരണം അവൻ്റെ കൂടെ കളിക്കുന്നത് ആയിഷ ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ആയിഷിനെ. അവൻ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ അപ്പൂസാണെങ്കിൽ അംഗൻവാടിയിൽ ഒരു കൊല്ലത്തോളം പഠിച്ച് ആ ഒരു വർഷം അവൻ കരഞ്ഞുകൊണ്ടായിരുന്നു പോണത്. അത് കഴിഞ്ഞ് സ്കൂളിൽ ഇപ്പോൾ 2ാമത്തെ വർഷമാണ്. ഫസ്റ്റ് 2 വർഷമായിട്ട് ഈ വർഷവും കരയും ചില ദിവസങ്ങളിൽ. കഴിഞ്ഞ വർഷം ഒരു 8 മാസം വരെയും അവൻ കരച്ചിലായിരുന്നു. പക്ഷേ ഒരു 10 മിനിറ്റ്സ് ആദ്യത്തെ ആ ചെന്നുള്ളൊരു 10 മിനിറ്റ് ഭയങ്കര കരച്ചില്ല. അത് കഴിയുമ്പോൾ അങ്ങ് നോർമലാവുമെന്നാണ് ടീച്ചേഴ്സ് പറയുന്നത്. അംഗൻവാടിയിലും അതുപോലെ ആയിരുന്നു. കൊണ്ട് ചെല്ലുമ്പോൾ ഭയങ്കര കരച്ചിലാണ്, പിന്നെ അങ്ങ് മാറും. ഞാനൊരു 4th വരെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു CBSE സ്കൂളിലാണ് പഠിച്ചത്. 5th മുതൽ നമ്മുടെ കേരള സിലബസിലോട്ട് കയറി. ഒരു 5th വിമലഹൃദയം എന്ന് പറഞ്ഞ് നമ്മുടെ കൊല്ലത്തെ സ്കൂളിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇതുപോലെ ഉമ്മയും പാപ്പായും കൊണ്ടാക്കുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൾ ഇതുപോലെ കരച്ചിലായിരുന്നു 5ാം ക്ലാസ്സിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എൻ്റെ മോൻ ഇതുപോലെ കരയുമോ എന്നൊക്കെ. ഇത് ഞാൻ പഠിച്ച കോളേജാണ്. എൻ്റെ BTech കംപ്ലീറ്റ് ചെയ്തത് ഈ കോളേജിലാണ്. 4 വർഷത്തെ കോഴ്സ് 7 വർഷമായിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അതൊക്കെ ഒരു വലിയ കഥയാണ്. ഇൻഷാ അല്ലാഹ് ഞാനതൊരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ BTech ജേണിയെക്കുറിച്ച് അത്യാവശ്യം നല്ലൊരു കഥയാണ് കേട്ടോ, വലിയൊരു കഥയാണ്. അപ്പോൾ ഞാനും ഇക്കായും കൂടെ കടന്ന് 2 ആവശ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് കൊല്ലത്ത് പോകണമായിരുന്നു. അപ്പം മോനെയും കൂടെ കൂട്ടി അവിടെ 3 പേരും കൂടെ കിടന്ന് അടി കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് മക്കളൊക്കെ സ്കൂളിൽ പോയി. അവിടുത്തെ 2 പേര് സ്കൂളിൽ പോയി. അപ്പോൾ അവിടെ നിർത്തിയാലും കളിക്കാൻ ആളില്ലാത്തത് കൊണ്ട് മറ്റൊരു 2 പേരും അവിടെ ഉണ്ട്, കുഴപ്പമില്ലാതിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ കൊല്ലം ജലദർശിനിയിലൊന്ന് പോയി. നമ്മൾ കൊല്ലത്താണ് എൻ്റെ സ്ഥലമെങ്കിലും ഇതുവരെ നമുക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റിയില്ല. ഇത് നമ്മുടെ ഷെഫ് പിള്ളയുടെ മീൻ റെസ്റ്റോറൻ്റാണ്. മീൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നതല്ല, ഫുഡ് അനിയത്തിയുടെ വീട്ടിൽ അവൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വെറുതെ നമ്മളതിനാ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് കാശ് കളയുന്നതെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു നല്ല വൈബാണ്, നല്ല സ്ഥലമാണ്, സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്നൊക്കെ 1-2 വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ കസിൻ സിസ്റ്റേഴ്സൊക്കെ പോയിട്ട് വന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പോയി നല്ല ഭംഗിയുണ്ട്, നല്ല രസമുള്ള സ്ഥലം. നമ്മളെ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ പറ്റിയ 1-2 റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് അവിടെ. നല്ല അഷ്ടമുടിക്കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വൈബടിച്ച് ചോക്ലേറ്റും ഷേക്കും ഒക്കെ കുടിക്കാൻ പറ്റിയ 1-2 നല്ല കഫേസൊക്കെ ഉണ്ട്. ഞാനും അപ്പൂസും കൂടെ അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ഞങ്ങൾ തിരിച്ച് പോണ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം നല്ല വെയിലാണ്. പക്ഷെ തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പം ആയിഷിൻ്റെ റെയിൻ കോട്ട് ഉണ്ടായിരുന്നു, അത് മോനിട്ട് കൊടുത്ത്. ഇക്കാക്കും റെയിൻ കോട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് റെയിൻ കോട്ട് ഇടുന്നത്. അവനങ്ങനെ മഴയത്ത് അങ്ങനെ പുറത്ത് പോയിട്ടില്ല. അതുകൊണ്ട് അവന് വീടും സ്കൂളും തമ്മിൽ വലിയ ദൂരം ഇല്ലാത്തതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ കാറിൽ അവരെ സ്കൂളിലോട്ടാക്കും മഴയാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ മഴ തോരുമ്പോൾ കൊണ്ടാക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവന് റെയിൻ കോട്ടില്ല, നമ്മൾ കുട യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ റെയിൻ കോട്ട് അവന് മേടിച്ചിട്ടില്ല. അപ്പോൾ അവന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അവൻ തനിയെ ഊരാനൊക്കെ ഭയങ്കര ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറ്റാഞ്ഞിക്ക പിന്നെ ഊരി കൊടുത്തേത്. നമ്മൾ പോയ സമയമെന്ന് പറഞ്ഞാൽ ഒരു ഓഫീസിലാണ് നമ്മൾ പോയത്. അപ്പം അവിടുത്തെ ലഞ്ച് ബ്രേക്ക് ടൈം ആയതുകൊണ്ട് കുറച്ച് നേരം എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ തൊട്ടടുത്ത് തന്നെ ജലദർശനിലോട്ട് പോയത്. പിന്നെ അവിടുന്ന് വന്നിട്ട് നമ്മൾ പോയ ആ ഓഫീസിൻ്റെ താഴെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെരുപ്പ് കടയായിരുന്നു. അപ്പം മോനിക്ക് സ്കൂൾ ഷൂ കഴിഞ്ഞ വർഷത്തെ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ്റെ അളവ് കറക്റ്റ് നമ്മൾ മേടിക്കുന്ന കടയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് സ്കൂൾ ഷൂ നോക്കിയായിരുന്നു. സ്കൂൾ ഷൂ നോക്കിയെങ്കിലും നല്ല റേറ്റ്, നമ്മൾ കരുനാഗപ്പള്ളിക്ക് ഇടുന്നതിനേക്കാളും നല്ല റേറ്റായിരുന്നു ഇവിടെ. പക്ഷേ എന്നാൽ നല്ല കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കാം കുറേ ചെരുപ്പിൻ്റെ വീഡിയോസൊക്കെ. അങ്ങനെ അവിടെ നിന്ന് മേടിച്ചില്ല, ഷൂ മേടിച്ചില്ല. നമ്മൾ കയറി സാധനം നോക്കിയെങ്കിലും അവിടെ നിന്ന് ഷൂ മേടിച്ചില്ല. പിന്നെ കരുനാഗപ്പള്ളിയിൽ നിന്ന് തന്നെ ഒരു കടയിൽ നിന്നാണ് ഷൂ മേടിച്ചത്. വാപ്പായ്ക്ക് ഫുഡ്വെയർ ഷോപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ഹോൾസെയിലായിട്ട്, അന്ന് ഇവിടെ ഹോൾസെയിലായിരുന്നു ഈ കട. അപ്പം ഇവിടുന്ന് ഹോൾസെയിലായിട്ട് സാധനം എടുക്കാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഈ കട. പിന്നെ അപ്പോൾ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ പട്ടി ഷോ കാണിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്.
അപ്പോൾ കണ്ണാടി കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന്. അങ്ങനെ എടുത്തതാണ്. വാപ്പിയും മോനും ഷൂ നോക്കുന്നതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കുന്നതിനകത്തും വീഡിയോ എടുക്കുന്നതിനകത്താണ് കോൺസെൻട്രേഷൻ. 1-2 ഷൂസൊക്കെ ഇട്ട് നോക്കി. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ച് കരുനാഗപ്പള്ളിയിൽ നിന്നും റേറ്റ് കൂടുതൽ തോന്നി. അതുകൊണ്ട് നമ്മൾ മേടിച്ചിടാനേ ഉള്ളത്. നല്ല കളക്ഷനൊക്കെ ഉണ്ട്. ഇക്കക്ക് ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ ഫ്ലോറിലായിരുന്നു ഓഫീസ്. ഇക്ക പോയി ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോഴത്തേക്കും ഞങ്ങൾ താഴെ കുറച്ച് നേരം ചെരുപ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോനിക്ക് നന്നായിട്ട് വിശക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ബേക്കറിയിൽ കയറി ഫുഡ് കഴിച്ചില്ല. മോനിക്ക് ബർഗറും ഞാനും ഇക്കയും ഫലൂഡയും കഴിച്ചു. നമ്മൾ സ്കൂൾ ടൈം മുതലേ കയറുന്നൊരു കടയാണ്. ഭയങ്കര തിരക്കാണ്. ഇത് കോളേജ് ജംഗ്ഷനിലാണ്. എല്ലാവർക്കും അറിയായിരിക്കും. കോളേജ് ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിൽ തന്നെ ഉള്ള കടയാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ പണ്ട് മുതലേ ഇവിടെ തിരക്കാണ്. ഞാൻ പഠിക്കുന്ന കാലഘട്ടം മുതലേ ഇവിടെ തിരക്കാണ്. ആ തിരക്ക് ഇപ്പോഴും ഉണ്ട്. നല്ല സാധനമാണ് അവർ കൊടുക്കുന്നത്. അപ്പം മോനെ വിളിക്കാൻ, ആയിഷിനെ വിളിക്കാൻ സമയമായതുകൊണ്ട് ആയിഷിനെയും വിളിച്ചുകൊണ്ട് അനിയത്തിയുടെ വീട്ടിൽ ചെന്നു. അവിടുന്ന് ലഞ്ചും കഴിച്ചതിന് ശേഷം അപ്പൂസിനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ കൊട്ടിയത്ത് ഡ്രീംസിൽ ലുലു കണക്റ്റിലും ലുലു ഡെയിലിയിലും ഒക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് വന്നു. ഇവിടെ വന്ന് ഞങ്ങൾ ലുലുവിനകത്തോട്ട് എൻ്റർ ചെയ്യാൻ പോയപ്പോഴത്തേക്കും അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ് ക്യാമറ അലൗഡ് അല്ല, അകത്ത് വീഡിയോസ് അലൗഡ് അല്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ അകത്തുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പം ഇപ്പം തന്നെ വൈകിട്ടൊരു 3:30-4 മണിയായി. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വയ്യാതെ കിടക്കുന്ന പേഷ്യൻസിനെയൊക്കെ കാണാൻ പോകേണ്ടതുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അവരെയൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ നിതിയുടെ വീട്ടിൽ തന്നെ പോയി. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ പിറ്റേന്നാണ് വന്നത്. അന്നൊരു ദിവസവും കൂടെ അവിടെ തങ്ങേണ്ടി വന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ തങ്ങിയിട്ട് പിറ്റേന്നാണ് വന്നത്. അപ്പം ഒരു ദിവസം ഫുള്ളുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസം ഒരു 24 hours കാര്യങ്ങളാണ്. ഞാനത് ചുരുക്കി ഒരു 18 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിലാക്കി ചുരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നമ്മൾ വീഡിയോസുകൾ കൂടുതൽ വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോസും കൂടെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.